ചേച്ചി കാണിച്ച ഏറ്റവും വലിയ ബുദ്ധിമോശ നന്ദേട്ടനുമായിട്ടുള്ള കല്യാണം. ഞങ്ങളുടെ നിലയിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ നേരേണ്ടി വരില്ലായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് അങ്കിളിനും അറിയാം. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ കയറാൻ ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകൾ അങ്കിളിന് ഓർമ്മയുണ്ടല്ലോ. മറ്റൊരാളുടെ ഭാര്യയായിട്ട് അഭിനയിച്ച് ജീവിക്കേണ്ട ഗതികേട് വരെ എന്റെ ചേച്ചിക്ക് വന്നില്ലേ? എന്നിട്ട് അവസാനം ചന്ദ്രോത്ത് എത്തിയപ്പോ ഓരോ ദിവസവും പ്രഭ ആന്റി ചേച്ചിയെ തീ തീറ്റിച്ചില്ലേ? മീരയെ നന്ദേട്ടൻ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ചേച്ചി ഒഴിഞ്ഞു പോണെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലേ? എത്ര ദിവസം പറഞ്ഞാലാണ് ചേച്ചി കുടിച്ച കണ്ണീരിന്റെ കഥകൾ അവസാനിക്കുക? മീരയുടെ മരണത്തിന്റെ കുറ്റക്കാരി ചേച്ചിയായി. ചേച്ചി MLA മത്സരിച്ചതിന് എന്തൊക്കെ ആക്ഷേപങ്ങളാ പ്രഭ ആന്റി രജനി ചേച്ചിയും കൂടി പറഞ്ഞത്. ജയിച്ചതും കുറ്റമായിരുന്നു. അവസാനം മനസ്സമാധാനം കെടുത്താൻ ഒരു ഇസബെല്ലെ വന്നു കയറി. ഇപ്പൊ ഇതാ ഋഷിയുടെ കൊലപാതക കുറ്റമായി നന്ദേട്ടന് നിൽക്കുന്നു. അതിന്റെ ആരോപണങ്ങളും കറങ്ങി തിരിഞ്ഞ് ഇനി ചേച്ചിയുടെ തലയിൽ തന്നെ വരും അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ദയവായെങ്കിൽ ഈ കേസിൽ ചേച്ചിയെ വലിച്ചഴക്കരുത്. അതവിടെ ചന്ദ്രോത്ത് തന്നെ പറഞ്ഞവസാനിപ്പിക്കണം. നിങ്ങൾ എല്ലാരും കൂടി കൈകാര്യം ചെയ്ത് എന്താണെന്ന് വെച്ചാ ചെയ്യണം. നന്ദേട്ടൻ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോ മുതല് ചേച്ചി ആകെ വിഷമിച്ച് നിൽക്കുക. പ്ലീസ് അങ്കിൾ, ചേച്ചി ഒന്ന് വെറുതെ വിടണം. ഷാരി, എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ അച്ഛാ, എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഷാരിയെ കുറച്ച് വീട്ടുകാര്യം പറഞ്ഞതാ. എന്നെ വെറുതെ വിടണമെന്നൊക്കെ ഷാരി പറയുന്ന കേട്ടു. അതെ, ചേച്ചി ഇനിയും ചവിട്ടി തേക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ചേച്ചിയുടെ അഭിമാനം അങ്ങനെ അടിയറ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. കരഞ്ഞതൊക്കെ മതി. നന്ദേട്ടന്റെ കേസ് ചന്ദ്രോത്ത് നിൽക്കണം. ഷാരി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടരുത്. ഇത് ആവശ്യമുള്ള കാര്യ. ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടാത്തോണ്ടാ ചേച്ചി ഇപ്പൊ ഈ അവസ്ഥയിൽ വന്ന് നിൽക്കുന്നേ. അങ്കിൾ, ദയവിത് ഈ കേസിൽ നിന്ന് എന്റെ ചേച്ചി ഒഴിവാക്കണം. ആരോടാ നീ സംസാരിക്കുന്നതെന്ന് അറിയോ? അറിയാം. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോടാ ഞാൻ സംസാരിക്കുന്നത്. അങ്കിളിനോടുള്ള സകല ബഹുമാനത്തോടും തന്നെയാ ഞാനൊക്കെ പറഞ്ഞത്. പറഞ്ഞത് തന്നെയാ. ദേവിക, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനൊരു അനിയത്തി കിട്ടിയത് ദേവികയുടെ ഭാഗ്യ. ചാരിക ചോദിച്ച ചോദ്യങ്ങളിലോ പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നുപോലും ശരിയല്ലാത്തതില്ല. ഒക്കെ ശരിയാ. ദേവിക അനുഭവിച്ച പ്രയാസങ്ങളിലൊക്കെ കുറച്ച് എൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും കാരണമായിട്ടുണ്ട്. കൃത്യമായ സമയത്ത് പലപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാനത് സമ്മതിക്കുന്നു. അയ്യോ, അച്ഛൻ അങ്ങനൊന്നും പറയല്ലേ. മോള് വിഷമിക്കണ്ട. ഞാൻ സത്യം പറയുന്നത്. ശാരികെ, എന്തായാലും നന്ദന്റെ ഈ കേസ്, ഋഷി കേസ്, അത് ആലോചിക്കേണ്ടവരോടൊക്കെ ആലോചിച്ച് കൃത്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും.